ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ മെനു ആണ്. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു ഹെൽത്തി മെനു. അതിനായിട്ട് ഞങ്ങളുടെ വീട്ടിലെ പച്ചച്ചീരയാണിത്. അത് കട്ട് ചെയ്തുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി ഒരു കടുമാങ്ങ റെഡിയാക്കണം. അതിനായിട്ട് നമുക്ക് പോയി മാങ്ങ പൊട്ടിച്ചിട്ട് വരാം. ഞങ്ങളുടെ കിളിച്ചുണ്ടൻ മാവിൽ നല്ല മാങ്ങയൊക്കെ വിളഞ്ഞ് പാകമായി നിൽക്കുകയാണ്. കുറച്ച് മാങ്ങയൊക്കെ നിന്ന് തന്നെ കേടായി. മഴയൊക്കെ കാരണമായിരിക്കും, കുറേ കേടായിപ്പോയി. നല്ല പച്ചറമ്പുണ്ട്, മാവ് നിറച്ചും ഉറുമ്പാണ്. കടുമാങ്ങയ്ക്ക് കിളിച്ചുണ്ടൻ മാങ്ങ ഭയങ്കര രസമാണ്, നല്ല മണമാണ്, അസാധ്യ മണമാണ് ഇതിന്. പാവം അതെന്നെ പേടിച്ചോടി. മാങ്ങ അരിഞ്ഞ് അതിൽ കുറച്ച് ഉപ്പും കായപ്പൊടിയൊക്കെ ഇട്ട് മാറ്റി വെച്ചു. അതിന് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വന്ന് സംഭവം വന്നിട്ടുണ്ട്. ചെറിയ ബോള് സാധനമൊക്കെ കായപ്പൊടിയും രണ്ട് മൂന്ന് വഴുതണങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ രാവിലെ തന്നെ പൊട്ടിച്ചു വെച്ചു. ഇനി അത് കട്ട് ചെയ്ത് റെഡിയാക്കി മസാല ചേർത്ത് അത് മാറ്റി വയ്ക്കാം. വീട്ടിലെ ചക്ക, വീട്ടിലെ ചീര, വീട്ടിലെ മാങ്ങ, വീട്ടിലെ ഈ സാധനം, വീട്ടിലെ വെള്ളമ എല്ലാം മാത്രം വെച്ചുകൊണ്ട് വഴുതണയിലും ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കായം എല്ലാം കൂടെ ചേർത്ത് അതും മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അത് മെഴുക്കുരട്ടിക്കാണ്.
ലച്ചു എന്തെടുത്ത് കഴിച്ചെന്ന് കാണിച്ചു തരൂ. എടുത്ത് കാണിക്കേ. ഇത് മാങ്ങ പോലെ ഇരിക്കുന്നു. പക്ഷെ ഇതിന്റെ കുരുവൊന്നും ഞാൻ കണ്ടില്ല. അതിന്റെ ടേസ്റ്റ് എന്തായിരുന്നു? ഒരു കയ്പും നല്ല ഡാർക്ക്. ലച്ചുവിന് അബദ്ധം പറ്റി, മാങ്ങയാന്ന് വിചാരിച്ചിട്ടാണ് വഴുതണങ്ങ എടുത്ത് കഴിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ചീര, വഴുതണ അതുപോലെ തന്നെ മാങ്ങയും കൂടെ ഒരുമിച്ച് റെഡിയാക്കുവാണ്. കടുമാങ്ങയ്ക്കുള്ള കടു പൊട്ടിച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ മാങ്ങ തട്ടിയിട്ട് അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇത് നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. ഉണ്ടാക്കി അപ്പോഴത്തന്നെ കഴിക്കാൻ പറ്റും. ഞങ്ങൾക്കിന്ന് ചക്ക അവിയലുണ്ട്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടുമാങ്ങ ഉണ്ടാക്കിയത്. ഇപ്പോൾ ചീരത്തോരനൊക്കെ റെഡിയായി, അരപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് പിടിച്ചു. ചീരത്തോരനും മെഴുക്ക് പുരട്ടിയും നല്ല വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല റെഡിയായി. ഇനി ചക്ക അവിയലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചക്ക അവിയലും റെഡി. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണിൻ്റെ മെനു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്